Hello, welcome to market discussion of the day. Today, 25th of August 2026, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും ഹാപ്പി ഓണം. സോ നമുക്ക് ഇന്നലെ വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നും നാളെയൊക്കെ വീഡിയോസ് ഉണ്ടാവും. സോ എനിവേയ്സ് നമ്മുടെ എന്താ പറയുക പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, മോസ്റ്റ് പ്രോബ്ലി അത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ തുടങ്ങാമെന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ പ്രതീക്ഷ. ബട്ട് നമ്മളും ട്രാവലിംഗ് ആയതുകൊണ്ടിട്ട് തന്നെ എനിക്കറിയില്ല എത്രമാത്രം പോസിബിൾ ആണെന്നുള്ള കാര്യം. ഓക്കെ, മാക്സിമം നമുക്ക് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലോ ആയിട്ട് നമ്മളുടെ പുതിയ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിൽ പോകുമ്പോൾ നമ്മളുടെ ഇന്നത്തെ ന്യൂസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11:30 മണിക്ക് നമുക്ക് യൂറോ സോണിൽ നിന്ന് 2 ന്യൂസുകളുണ്ട്. അതേപോലെ 10:30 മണിക്ക് ഓക്കെ 1 മണിക്കൂർ കഴിയുമ്പം ബാങ്ക് ഓഫ് ജപ്പാൻ കോർ CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് രണ്ടും വളരെ ജാപ്പനീസ് യെന്നിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ വൈകുന്നേരം നമുക്ക് എന്താ പറയുക 7:30 നമുക്ക് CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സും അതേപോലെ ന്യൂ ഹോം സെയിൽസിൻ്റെ ന്യൂസും ഉണ്ട്. അപ്പോൾ CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ്, അതായത് മീഡിയം ഇമ്പോർട്ടൻ്റ് ആണ് കാണിച്ചതെങ്കിലും അതൊരു അത്യാവശ്യം നല്ല ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കാൻ പോസിബിലിറ്റി ഉള്ളൊരു ന്യൂസാണെന്ന് മനസ്സിലാക്കി അത് ആ ഒരു സമയത്തിന് മുന്നേയായിട്ട് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അതേപോലെ നമുക്ക് നാളത്തെ ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ നമുക്ക് ഇന്ന് രാത്രി തന്നെ 1:30 മണിക്ക് FOMC മെമ്പറുടെ സ്പീച്ച് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3:30 മണിക്ക് GBP എന്നൊരു ന്യൂസ് വരുന്നുണ്ട്. നാളെ 6 മണിക്ക് എന്താ പറയുക നമ്മുടെ കോർ PCE പ്രൈസ് ഇൻഡെക്സും അതേപോലെ GDP പ്രിലിം GDP അനൗൺസ്മെൻറ്റും വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ 6 മണിക്ക് വരുന്നുണ്ട്. കുറേ ന്യൂസുകൾ വരുന്നത് കൊണ്ടിട്ട് തന്നെ അതൊരു ഇമ്പോർട്ടൻ്റ് ആക്കി നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ, മിക്സഡ് ന്യൂസൊക്കെ ആയിരിക്കും, ചിലത് പോസിറ്റീവ് ചിലത് നെഗറ്റീവ്. അപ്പം മാർക്കറ്റിന് എങ്ങോട്ട് പോകണം എന്നറിയാത്ത രീതിയിൽ വരുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ അത് മിക്ക ആൾക്കാരും TP വെക്കാറില്ല, സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കും അല്ലേ. അപ്പോൾ നേരെ പോയിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും, പിന്നീട് നേരെ മാർക്കറ്റ് എവിടാണോ നിന്ന് അവിടെ തന്നെ പോയി നിൽക്കും. വെറുതെ എന്തിനാ ആ സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കുന്നതല്ലേ. സോ അതാണ് നാളത്തെ 6 മണിക്ക് മുന്നേ ആയിട്ട് മാറി നിൽക്കണം എന്ന് പറയാനായിട്ടുള്ള വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് നമ്മുടെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസും വൈകുന്നേരം 8 മണിക്ക് വരുന്നുണ്ട്. 9:15 നമുക്ക് എന്താ പറയുക FOMC മെമ്പറിൻ്റെ സ്പീച്ചും വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇതാണ് ഇന്നും ഇന്നലെ നാളെയായിട്ടുള്ള മേജറായിട്ടുള്ള ന്യൂസുകൾ. നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ ടെക്നിക്കൽ സൈഡിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ആൽഗോ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. കഴിഞ്ഞ ഒരു 3 ആഴ്ച കൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളുടെ ആൽഗോ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മോർ ദാൻ 50% ഓഫ് ദ പ്രോഫിറ്റ് ഓൾറെഡി നമുക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് വിത്ത് വെരി ലെസ് റിസ്ക്. അതായത് നമ്മളൊരു 0.01 ലോട്ടിൽ കൂടുതൽ എടുക്കുന്നില്ല $500 ഒരു ഇതിനകത്ത്. ഓക്കെ, സോ എനിവേസ് ആൽഗോയെക്കുറിച്ച് അറിയാനായിട്ടുള്ള ആൾക്കാർക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിവേസ് നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡ് XAU USDയിലോട്ട് പോകാം. പിന്നെ ഈ വെള്ളിയാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. എല്ലാം കൂടെ പറഞ്ഞ് കുളവാക്കുന്നില്ല. സോ ഗോൾഡിലോട്ട് വരുമ്പോൾ 4636 നിൽക്കുന്നു. സോ ഗോൾഡിൻ്റെ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് 4628 to 4632 ഇടയ്ക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 4615 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, TP 4655 to 75 ഇടയ്ക്കായിട്ട് നമുക്ക് TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിന് പറഞ്ഞു തരാനായിട്ടുള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തൽക്കാലം പറയാനായിട്ടില്ല. ഓക്കെ, സോ നമ്മൾ ഒരു സേഫ് സൈഡ് നിൽക്കണം എന്നുള്ള ആൾക്കാർക്ക് 11:30 മണിക്കും 4630 താഴെയായിട്ട് ഒരു ക്യാൻഡിൽ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി ധൈര്യമായിട്ട് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് 4630 മുകളിൽ സസ്റ്റെയിൻ ചെയ്തത് കണ്ടാൽ മാത്രമേ എടുത്ത് പോകാനും പാടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഇതിനടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ GBP USDയിലോട്ട് വരാം. 1.36295 നിൽക്കുന്നു. സോ 1.3590 to 1.3605 ലെവലിൽ നമുക്ക് കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 1.3500 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇട്ട് പോവുക. TP 1.3660
അവിടെ നമുക്ക് ഫസ്റ്റ് ടി പിയും വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ GBPയിൽ എനിക്കൊരു എന്താ പറയുക, ഒരു ബ്രേക്ക് ഔട്ട് ബൈ പറയാനുള്ള എന്താ വെച്ചാൽ 1.3665 മുകളിലായിട്ട് എന്താ പറയുക ക്യാൻഡിൽസ് ഫോം ചെയ്യുന്ന കണ്ടാൽ, അല്ലെങ്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, USD JPY 159.33 നിൽക്കുന്നു. USD JPY ഒരു എന്താ പറയുക അങ്ങോട്ടും ഒക്കെ ആയിട്ട് പോവുകയാണ്. എന്തായാലും ഇന്നത്തെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് USD JPY എഫക്റ്റ് ചെയ്യും. ന്യൂസ് കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. 159 ലെവലിലോട്ടൊക്കെ വന്ന് കിട്ടിയാൽ അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്, തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ 159.9 ലെവലിൽ നമുക്ക് ചെയ്ത് പോവാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് 158.80 താഴെ സ്റ്റോപ്പ് ലോസ്. TP നിങ്ങളുടെ ഔചിത്യം പോലെ നിങ്ങൾ തന്നെ ചെയ്തു പോവുക. എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 159.80 അവിടെ 159.80 അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അവിടെ സ്റ്റോപ്പ് ലോസ് ഇടുന്നതായിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ യൂറോ USDയിലോട്ട് വരാം. 1.1659 നിൽക്കുന്നു. ബേസിക്കലി നമുക്ക് 1.1600 അവിടെ കീഴ്മീണ് കിട്ടിയാൽ 1.1610, 1.1620, 1.1600 ഈ 3 പോയിന്റുകളിൽ നിന്നും നമുക്ക് ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ 1.1600 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1575 താഴെയായിട്ട് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് പോവുക. ഓക്കെ, TP നമുക്ക് 1.1685 അവിടെയൊക്കെ ആയിട്ട് നമുക്ക് TP ഇട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ച് അറിയാനായിട്ട് മെസ്സേജ് അയക്കുക. അതേപോലെ തന്നെ നമ്മളുടെ പുതിയ എന്താ പറയുക നമ്മുടെ ആൽഗോയെക്കുറിച്ച് അറിയാനായിട്ട് മെസ്സേജ് അയക്കുക. ബ്രോക്കേഴ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ല ബ്രോക്കേഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.